സിസ്റ്ററെ, ഈ സിസ്റ്ററുടെ പേര് ശാന്ത എന്നാ. അനുഗ്രഹിക്കപ്പെട്ട 2 സാക്ഷ്യവുമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ആദ്യത്തെ സാക്ഷ്യം 2017, അതായത് 7 വർഷം മുൻപ് തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് ഈ സിസ്റ്റർ ആരാധനയുടെ മധ്യേ താഴെ വീണു. അതിനെ തുടർന്ന് കാലിൻ്റെ എല്ല് പൊട്ടി. അവരപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു എല്ല് പൊട്ടി, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സിസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയതാ, ഞാൻ തിരിച്ച് അവിടെ തന്നെ പോകും, എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റർ ആ സമയം തന്നെ തിരിച്ച് വീണ്ടും ആ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്തു. ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു ഒരു ഓപ്പറേഷനും ആവശ്യമില്ല, കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ സിസ്റ്ററെ വീട്ടുകാർക്ക് നിർബന്ധ പാലം അവർ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ടു. ഓപ്പറേഷൻ ചെയ്തില്ല, പ്ലാസ്റ്റർ ഇട്ടു. 2 മാസത്തോളം സിസ്റ്റർ പ്ലാസ്റ്ററുമായി ഇരുന്നു. ഒരു ദിവസം നമ്മുടെ പ്രോഗ്രാം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എല്ലൊടിഞ്ഞ് ഈ പ്രോഗ്രാം കണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം ഈ സിസ്റ്ററുടെ ശരീരത്തിലേക്ക് ഒരു അത്യന്ത ശക്തി വ്യാപരിച്ചു. ഈ സിസ്റ്റർ പറഞ്ഞത് ആ നിമിഷം എഴുന്നേറ്റ് തുള്ളിച്ചാടി ഹാള് മുഴുവൻ ഓടി നടന്നു. 2 ദിവസം കഴിഞ്ഞ് സിസ്റ്റർ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പ്ലാസ്റ്റർ വെട്ടിയിട്ട് പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു, പൊട്ടിയ എല്ല് പൂർവാധികം പഴയ സ്ഥിതിയിലായിരിക്കുന്നു എന്ന് സാക്ഷ്യം പറയുന്നത്. ഒന്ന് പറയാമോ സിസ്റ്ററെ? ആ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയം തന്നെ അത്ഭുതം ഉണ്ടായി. അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കണ്ടപ്പോൾ തന്നെ അപ്പം മൊത്തം എൻ്റെ മേലെ തരിപ്പായിരുന്നു. അപ്പം ഞാനിങ്ങനെ കാലെല്ലാം എനിക്കൊന്നും അറിയണില്ല. ഞാൻ കാലെല്ലാം കുടഞ്ഞ് ഉള്ളിൽ കിടന്ന് നടക്കുകയായിരുന്നു, ഓടുകയായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ദൈവം തൊട്ടു എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ പോയി ഡോക്ടർ പറഞ്ഞു എന്താണ് 2 ദിവസം, അത് കണ്ട് 2 ദിവസം കണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോണത്. അപ്പം എന്താ അത്ഭുതം നടന്നതെന്നുള്ള അറിയില്ല എന്ന് പറഞ്ഞു. അല്ലെ കാല് ചരിയെന്നാണ് പറയണത്, നടക്കാനേ പറ്റില്ല. അതായത് സർജറി ചെയ്തില്ല എങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കുഴപ്പമില്ല, എനിക്ക് പറ്റുകയാണെങ്കിൽ കെട്ടിത്താ പറഞ്ഞു. പ്ലാസ്റ്റർ ഇടാൻ ചെന്നപ്പോൾ പറഞ്ഞത് സർജറി ചെയ്തില്ല എങ്കിൽ ഈ പ്ലാസ്റ്റർ കൊണ്ട് മാത്രം ശരിയാകത്തില്ല, കാല് ചരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സിസ്റ്ററിന്റെ നിർബന്ധത്താൽ പ്ലാസ്റ്റർ ഇട്ടു, സർജറി ചെയ്തില്ല. എന്നാൽ ഒരു ദിവസം കർത്താവിന്റെ ശക്തി സിസ്റ്ററെ തൊടുവാനിടയായി. ആ സമയം റൂമിൽ ഓടി നടന്നു. ദൈവം ചെയ്തതിനെന്ന് കരങ്ങളെ അടിച്ചു സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. അടുത്ത സാക്ഷ്യം. ഈ സിസ്റ്റർക്ക് 4 മാസം മുൻപ് സിസ്റ്റർ ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ഡോക്ടറുടെ അടുത്ത് ഈ സിസ്റ്റർ വീണ്ടും വീട്ടുകാർ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു ഇത് വേറെ ഏതോ രോഗമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. അവർ ആ മുഴ ബയോപ്സിക്ക് അയച്ചു. പക്ഷേ സിസ്റ്റർ വിശ്വാസത്തോടുകൂടി ചർച്ചിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവാണ്, ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. താങ്ക് യു ജീസസ്. ആമേൻ.